പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വായനാനുഭവം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു. നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ആകാശങ്ങളിലേക്ക് കരുണാമയനായ ദൈവം നിങ്ങളെ നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നു. സാധാരണയിൽ നിന്നും അല്പം വിപരീത ദിശയിൽ നമ്മൾ ഇന്ന് സഞ്ചരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് ഒരു അതിഥിയുണ്ട്. ഈ വായനാനുഭവത്തിൽ പങ്കുചേരുന്ന ഒരു വായനക്കാരി. ആളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ബെൻസി ഫ്രാൻസിസ്. ബെൻസിയെ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് ബെൻസി. ഞാനിവിടെ ഓക്ലൻഡിൽ മിഡിൽമോർ ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഫാമിലി ഉണ്ട് കൂടെ ഇവിടെ. ബെൻസി വായനയിലേക്ക്, ഈ പരിപാടിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. നമ്മളൊരു ചെറിയ ഒരു വായന ഗ്രൂപ്പ് ഉണ്ടാക്കി. അതെ, ന്യൂസിലാൻഡിൽ നമുക്ക് ന്യൂസിലാൻഡ് വായനാലോകം എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അധികം ആൾക്കാരെ കൂട്ടിച്ചേർത്തിട്ടല്ല, വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ക്ലോസ്ഡ് സർക്കിളായി. അതെ, വായനയെ വളരെ സീരിയസ് ആയി കാണുന്ന വളരെ കുറച്ച് ആൾക്കാരെ, ക്ലോസ്ഡ് സർക്കിളിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ന്യൂസിലാൻഡ് വായനാലോകം എന്നൊരു ഗ്രൂപ്പ് സിബിയും പിന്നെ നമ്മുടെ കോമൺ സുഹൃത്തായ ജെയ്മോൻ എനിക്ക് തോന്നുന്നു ജെയ്മോനും ബെൻസിയും കൂടാണ് ഇതിന്റെ ഒരു മൂല കാരണം, ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാകാനുള്ള ഒരു കാരണം. അതെ, നമ്മുടെ മൂന്ന് പേരുടെയും പങ്ക് ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ വായനയിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുന്നത്. വെരി ഗുഡ്. അപ്പം നമ്മൾ ഈ വായനയിലേക്ക് വരുമ്പോൾ ബെൻസിയുടെ ഒരു വായന പശ്ചാത്തലത്തെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ ചെറുപ്പം മുതലേ വായിക്കുമായിരുന്നു. എൻ്റെ പപ്പയായിരുന്നു എൻ്റെ പ്രചോദനം. ബാലരമ മുതൽ ലോക സാഹിത്യം വരെ, ലൈക്ക് ക്ലാസിക്സ് വരെ വായിച്ചിട്ടുണ്ട്. മായാവിയൊക്കെ വായിക്കുമായിരുന്നു. മായാവിയും വായിക്കുമായിരുന്നു, ഡിങ്കനും വായിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ എസ് കെ പൊറ്റക്കാടിൻ്റെ നമ്മുടെ സഞ്ചാര സാഹിത്യം ഒക്കെയും, പിന്നെ അന്ന കരനീന അടക്കമുള്ള കുറെ ലോക ക്ലാസിക്സുകൾ വായിച്ചിട്ടുണ്ട്. പിന്നെ വലിയ അഗാധമായ അവബോധം ഒന്നുമില്ല എനിക്ക്, പക്ഷേ എന്നാലും വായന എൻ്റെ വലിയൊരു ഇഷ്ടമുള്ളൊരു ഹോബിയാണ്. മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ തിരക്ക് പിടിച്ച ഒരു കാലഘട്ടത്തിലാണ്. പലപ്പോഴും ജീവിതം യാന്ത്രികമായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വായന എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നുണ്ടോ? താങ്കൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാനൊരു അമ്മയാണ്, പിന്നെ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരു നഴ്സാണ്. അപ്പോൾ ഇതിനിടയിൽ വായന എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ആഗ്രഹത്തോടെ ശ്രമിച്ചാൽ എന്താണ് നടക്കാത്തത്? ഇതിനിടയിലുള്ള സമയവും ഞാൻ വായനയ്ക്കായി മാറ്റി വയ്ക്കുന്നുണ്ട്. വായന ഏറ്റവും വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ബെൻസിയുടെ സുഹൃത്തുക്കളുടെ ഒരു വായനാ ലോകത്തെ പറ്റി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ ഇന്നത്തെ കാലത്ത് വായന കുറവാണ് കമ്പയറിങ് ടു അവർ ഓൾ ടൈംസ്. പക്ഷേ എല്ലാവർക്കും വായിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോകുന്നു എന്ന് മാത്രം. അത് പക്ഷെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ്, ഒട്ടുമുക്കാൽ പേരും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പുസ്തകം പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള ഒരു വിഖ്യാതമായ ഒരു നോവലാണ്. ഈ നോവല് ഞാൻ വായിക്കുന്നത് എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ്. ഞാൻ വായിച്ചത് 100ാം പതിപ്പായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1993 ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അതിനുശേഷം ഇത്രയും ഒന്ന് നോക്കി ഒരു പുസ്തകം ഒരു 100 പ്രാവശ്യം വീണ്ടും പബ്ലിഷ് ചെയ്യുക പറയുന്നത് അതെ വലിയൊരു കാര്യമാണ്. വായനക്കാരുടെ മനസ്സുകളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റൈറ്റിംഗ് അതിനകത്ത് ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും. പെരുമ്പടവം ശ്രീധരന് ഏകദേശം 9ഓളം അവാർഡുകൾ നേടിക്കൊടുക്കുകയും ലോകത്തിലെ മൊത്തം ഒരു ശ്രദ്ധ നേടിക്കൊടുക്കുകയും ചെയ്തൊരു നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ വളരെ വിസ്തൃതമായിട്ട് വായിക്കപ്പെട്ട ഒരു അതെ ഉറപ്പായിട്ട്. ഇത്രയും പതിപ്പുകൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ മലയാളികളുടെ ഇടയിൽ അത്രമാത്രം വായിക്കപ്പെട്ട ഒരു ബുക്കാണ്. ആ കാലഘട്ടത്തില് കുറച്ചുകൂടെ, കാരണം 93 എന്നൊക്കെ പറയുമ്പം എല്ലാവരും വായിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ എല്ലാവരും പുസ്തകം മേടിക്കണമെന്നില്ല. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു പുസ്തകം വാങ്ങിയാൽ അത് വായിക്കുന്നത് ഏറ്റവും കുറഞ്ഞൊരു 15-20 പേര് നമ്മുടെ കയ്യിൽ നിന്ന് കടം കൊണ്ടത് വായിക്കും. നമ്മളതുപോലെ തന്നെ എല്ലാ പുസ്തകങ്ങളും നമ്മൾ മേടിക്കണമെന്നില്ല. ഒരു പുസ്തകം നമ്മുടെ ഒരു സുഹൃത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് മേടിക്കും. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ വേറൊരാൾ ക്യൂവിൽ നിൽക്കുകയാണ് അത് വായിക്കാൻ വേണ്ടി. അപ്പം ഈ വായനയുടെ വിസ്തൃതി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്
ഒരു പുസ്തകം നമ്മൾ ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ 1, 2, 3 പേര് വായിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുന്നതിനപ്പുറത്തായിട്ട് നമ്മുടെ അയൽവക്കങ്ങളിലുള്ളവരിൽ 10 പേര് വായിച്ചു, 15 പേര് വായിച്ചു, അങ്ങനെ ഒരു സംസ്കാരം ഇന്ന് കുറവാണ്. പക്ഷെ അന്ന് ഒരു പുസ്തകം, അപ്പം ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ബെൻസി പറഞ്ഞതുപോലെ കേരളക്കരയിലെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവർക്കെല്ലാം അറിയാവുന്ന ഒരു പുസ്തകമാണ് ഒരിക്കൽ വായിച്ചു കഴിയുമ്പോൾ പിന്നീട് ഒരു വായനയ്ക്ക് വേണ്ടി തന്റെ ലൈബ്രറിയിലേക്ക് വാങ്ങണം എന്ന് ഒരു മലയാളിക്ക് തോന്നിക്കപ്പെടുന്ന ഒരു പുസ്തകം തന്നെയാണ് ഒരു സങ്കീർത്തനം പോലെ. അപ്പം ഞാനാണെങ്കിൽ തന്നെ അത് വായിച്ച ശേഷം എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു കോപ്പി കൈക്കലാക്കണം, എനിക്കത് പിന്നെയും വായിക്കാൻ വേണ്ടി സൂക്ഷിക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി പറയാം, നമ്മുടെ മലയാള സാഹിത്യത്തിന്റെ ഏറ്റവും വലിയൊരു പൊൻതൂവൽ തന്നെയാണ് ഈ പുസ്തകം. ബെൻസി പറഞ്ഞത് ഈ പുസ്തകം വളരെ നേരത്തെ തന്നെ വായിച്ചു എന്നാണ്. അതെ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ മേ ബി ഞാൻ എൻ്റെ +2 പഠിച്ചിരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ പുസ്തകം വായിച്ചത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ദസ്തേവ്സ്കിനെ കുറിച്ച് മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥയിലോ കടന്നു പോകാനും അത്രമാത്രം ഒരു സാഹിത്യ പരിചയം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം അത് വായിച്ചപ്പോൾ എനിക്ക് പഴയതുമായി കണക്ഷൻ ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പുതിയ ഒരു ആഴത്തിൽ എനിക്ക് ഈ പുസ്തകത്തെ മനസ്സിലാക്കാനും വായിക്കാനും പറ്റി. അപ്പോൾ കാലാവർത്തിയായ അഥവാ കാലത്തെ അതിജീവിക്കുന്ന ഒരു നോവലായിട്ട് വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ. അതെ. ആക്ച്വലി ഇദ്ദേഹം ഒരു ലോക സാഹിത്യകാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹം എഴുതിയിട്ടുള്ളതൊക്കെ വേൾഡ് ക്ലാസിക് ആയിട്ട് മാറ്റപ്പെടുന്നു. എൻ്റെ ചിന്തയില് എക്കാലത്തെയും ഒരു ഉദാത്തമായ ഏറ്റവും ടോപ്പ് 10 നോവൽ അല്ലെങ്കിൽ കൃതികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം ഡസ്റ്റോവെസ്കിയുടെ ഏതെങ്കിലും ഒരു കൃതിയായിരിക്കും. അതെ, ദസ്തേവ്സ്കി 1800-കളിലാണ് അല്ലെ എഴുതിയിരുന്നത്. അതെ, ടോൾസ്റ്റോയുടെ ഒക്കെ സമപ്രായക്കാരനായിരുന്നു. അതെ, ദസ്തേവ്സ്കിനെ കുറിച്ച് താങ്കളുടെ ഉള്ളറിവുകൾ ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. അല്പം സാഹിത്യത്തിന്റെ അകമ്പടിയോടുകൂടി പറഞ്ഞ എൻ്റെ വായനാ ലോകത്തേക്ക് ഭാസുര നക്ഷത്രം പോലെ വന്നു കയറിയ രചനയുടെ രാജശില്പിയായിരുന്നു ഡസ്റ്റോവെസ്കി. ഈ പറഞ്ഞതുപോലെ ഞാനും ആദ്യം വായിക്കുന്നത് ഡസ്റ്റോവെസ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ അതിനകത്തെ കഥാപാത്രങ്ങൾ, അവരുടെ സഞ്ചാരങ്ങൾ, ആ കഥ എന്നിലുണ്ടാക്കിയ ഒരു ഊഷ്മളമായ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഞാൻ അതിഭീകരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പീസ് ഓഫ് വർക്കാണ് അത്. ഞാനെന്നല്ല, ലോകം മുഴുവൻ ഇഷ്ടപ്പെട്ട ഒരു ആളാണ്. അപ്പം അന്നു മുതൽ എനിക്ക് ഈ ഡസ്റ്റോവെസ്കി എന്ന് പറയുന്നത് ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആളായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ കലാവാസന എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ സർഗശേഷി എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് വശമായിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഡസ്റ്റോവെസ്കി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഇദ്ദേഹത്തിന് അമ്മ മരിക്കുന്നു. തൊഴിലാളി ഗ്രൂപ്പിനകത്തായിരുന്നു, ഒരു അങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ എന്തോ വഴക്കുണ്ടായിട്ടോ പ്രശ്നങ്ങളുണ്ടായിട്ടോ പുള്ളിയുടെ അപ്പനെ അവിടെ കൊല്ലപ്പെടുന്നു ഒരു ആക്രമണത്തിൽ. അപ്പം അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ബാലനായ ഡസ്റ്റോവെസ്കി. ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഫിറ്റ്സ് വരുന്നു, മാനസിക വ്യഥയുണ്ടായിട്ട് ഇദ്ദേഹം തളർന്നു വീഴും. ആദ്യമായിട്ട് ഫിറ്റ്സ് വരുന്നത് ആ സമയത്താണ്, അപസ്മാര രോഗിയായി മാറുന്നത് അപ്പോൾ തൊട്ടാണ്. യെസ്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഭീകരമായ ഒരു മുറിവായിട്ടോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വ്യഥയായിട്ടോ അങ്ങനെ ആ ഒരു രോഗം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പുള്ളിയോട് ഒരു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുന്നു. സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് പ്രശ്നങ്ങൾ, അതായത് അന്നത്തെ സൊസൈറ്റി ഇതിനെ വളരെ മോശമായിട്ടാണ് കണ്ടത്. അപ്പൊ അങ്ങനെ അദ്ദേഹം സൈബീരിയയിലേക്ക് നാടുകൾ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത റഷ്യൻ മറ്റ് സാഹിത്യം ടോൾസ്റ്റോയുടെ ഒക്കെ നോവലുകളിൽ നമുക്ക് കാണാൻ പറ്റും. കഥകളിലൊക്കെ എപ്പോഴും കുറ്റകൃത്യം ചെയ്യുന്നവരെ സൈബീരിയയിലേക്ക് നാട് കടത്തപ്പെടുന്നു. അങ്ങനെ ഒരു കാലഘട്ടം അവർ അവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പോയി എനിക്ക് തോന്നുന്നത് ഒരു 6-7 വർഷം പുള്ളിക്കാരൻ സൈബീരിയയിലേക്ക് നാട് കടത്തപ്പെട്ടു. അവിടെ നിന്ന് റിലീസായിട്ട് തിരിച്ചു വന്ന ഡസ്റ്റോവെസ്കി മറ്റൊരു മനുഷ്യനായിട്ടാണ് തിരിച്ചു വരുന്നത്. അതിനുശേഷം തിരിച്ചു വന്നാണ് അദ്ദേഹം ഈ ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു നോവൽ എഴുതുന്നത്. അതാണ് ലോക സാഹിത്യത്തിന്റെ ഉത്തുംഗ ശൃംഖലയിൽ എപ്പോഴും എക്കാലത്തും വിരാജിക്കുന്ന ഒരു നോവലായിട്ട്, പീസ് ഓഫ് വർക്കായിട്ട് മാറ്റപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം എഴുതിയതെല്ലാം ഹിറ്റായിരുന്നു.
പിന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ് കാരമസോഫ് വളരെ ബ്യൂട്ടിഫുള്ളി നറേറ്റ് ചെയ്തപ്പെട്ട ഒരു നോവലാണ്. ബെൻസി അദ്ദേഹത്തെ എങ്ങനെയാണ് വായിച്ചിട്ടുള്ളത്? ഈ പെരുമ്പടവത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഏടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയായ അന്ന അദ്ദേഹത്തിന്റെ സ്റ്റെനോ ആയിരുന്നു. അന്ന ആദ്യമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നതും പിന്നെ എങ്ങനെയാണ് അത് ഉറക്കുന്നത്, അവരുടെ ബന്ധം ഉറക്കുന്ന ഒരു സിറ്റുവേഷൻ, അതൊക്കെ വിശദമായിട്ട് പെരുമ്പടവം ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായ ദസ്തയേവ്സ്കി ഇതിനകത്തുള്ള ഒരു എഴുത്തുകാരൻ്റെ എല്ലാവിധമായ വ്യഥകളിൽ കൂടെ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ കടന്നു പോകുന്ന എല്ലാ വേദനകളും തുറന്നു കാണിച്ചിരിക്കുന്ന ഒരു എഴുത്തായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഒരുപക്ഷെ പെരുമ്പടവം അദ്ദേഹം കടന്നു പോയ വേദനകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ്റെ ആ എഴുത്തിനുള്ള ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ദസ്തയേവ്സ്കിയിലൂടെ കാണിച്ചിട്ടുമുണ്ടാവാം. ഉറപ്പായിട്ടും ദസ്തയേവ്സ്കി ഒരു വലിയ ഒരു മാനസിക വ്യാപാരങ്ങൾ അല്ലെങ്കിൽ മാനസിക വികാരങ്ങളിട്ട് കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു എഴുത്തുകാരനാണല്ലോ. എസ്പെഷ്യലി അദ്ദേഹത്തെക്കുറിച്ച് പെരുമ്പടവം പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിന് മേൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരൻ എന്നാണ്. പല പ്രാവശ്യം അത് ദസ്തയേവ്സ്കിയെ പറ്റി പെരുമ്പടവം പറഞ്ഞിരിക്കുന്നത്. അത് അന്നയിലൂടെയാണ് അദ്ദേഹം അത് എഴുതി വെച്ചത്. അതായത് അന്ന എന്ന് പറഞ്ഞ ദസ്തയേവ്സ്കിയുടെ രണ്ടാമത്തെ ഭാര്യ സ്റ്റെനോ, അന്നയുടെ വാക്കുകളിൽ കൂടെ പല സമയത്ത് പല പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് അദ്ദേഹം ഹൃദയത്തിന്മേൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരാൾ എന്ന് ദസ്തയേവ്സ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. പെരുമ്പടവത്തിന്റെ നോവൽ വായിച്ചിട്ട് അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യകാരനായിരുന്നല്ലോ നമ്മുടെ മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞേക്കുന്ന മലയാള നോവലിലെ ഒരു ഏകാന്ത വിസ്മയമാണ് ഈ പെരുമ്പടവം എന്നാണ്. ഓഫ് കോഴ്സ് പെരുമ്പടവത്തിന്റെ എഴുത്തിന്റെ വേദന, അതായത് ഒരു എഴുത്തുകാരന്റെ വേദന ദസ്തയേവ്സ്കിയിലൂടെ തുറന്നു കാണിക്കാൻ ഈ പുസ്തകം പെരുമ്പടവം ഉപയോഗിച്ചു എന്ന് എനിക്ക് തോന്നി ഒരു ചില സമയങ്ങളിൽ. അതിനപ്പുറത്ത് ദസ്തയേവ്സ്കി എന്ന പച്ചയായ മനുഷ്യനെ തുറന്നു കാണിക്കാൻ പെരുമ്പടവം ശ്രമിച്ചിട്ടുണ്ട്. ദസ്തയേവ്സ്കി ഇത്രയും വലിയ ക്ലാസിക്സുകൾ എഴുതി അത്രയും വലിയ എഴുത്തുകാരനായി ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ജീവിതത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ചെളിക്കുണ്ടിൽ കിടന്നുരുണ്ടൊരു മനുഷ്യനാണ്. ഈ പുസ്തകത്തിൽ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ദ ഗാംബ്ലർ എന്നുള്ള ഒരു ഹിറ്റായിട്ടുള്ള ബുക്ക് എഴുതുന്ന സാഹചര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദസ്തയേവ്സ്കി ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗാംബ്ലർ ആയിരുന്നു. അപ്പം മദ്യപാനം പോലെ തന്നെ ഒരു വലിയ അഡിക്ഷൻ ആയിരുന്നു ചൂതാട്ടം അദ്ദേഹത്തിന്. അപ്പോൾ ആ അഡിക്ഷനിൽ നിന്നുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള താനെന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് അദ്ദേഹം ഗാംബ്ലർ എന്ന് പറയുന്ന ബുക്കിലേക്ക് പകർത്തി വെച്ചത്. സാഹിത്യകാരന്മാരുടെ കലാകാരന്മാരുടെ ഒരു കുറച്ച് എക്സെൻട്രിക് സ്വഭാവം അദ്ദേഹത്തിൽ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ഒരു അസന്മാർഗിയായിരുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പല സമയത്തും ചൂതാട്ടത്തിൽ നിന്ന് കരകയറണമെന്ന് ദസ്തയേവ്സ്കി സ്വന്തമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. ദസ്തയേവ്സ്കി തന്നെ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ കഥാപാത്രങ്ങളും, അതായത് എല്ലാ നായകന്മാരും അദ്ദേഹത്തിന്റെ തന്നെ ഉള്ളിലുള്ള ആൾക്കാരാണ്. അതായത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അദ്ദേഹം കടന്നുപോയ വേദനകളിൽ കൂടെയാണ് അദ്ദേഹം ആ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്നത്. ആ കഥാപാത്രം അനുഭവിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ആ കഥാപാത്രം. അപ്പൊ അതിനകത്ത് ദസ്തയേവ്സ്കി മെയിൻ ആയിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ശാപം പിടിച്ചൊരു മനുഷ്യനാണ് ഞാൻ. എന്റെ ശാപങ്ങളാണ് ദാരിദ്ര്യം, രോഗം, സ്നേഹഭംഗം. ഇദ്ദേഹത്തിന്റെ ക്രൈം ആൻഡ് പണിഷ്മെന്റിനകത്ത് ഞാൻ ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്, ഇദ്ദേഹം ഒരു കഥാപാത്രത്തെ കൊണ്ട് ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്ന നോവൽ ചോദിക്കുന്നുണ്ട്, ഈസ് പോവർട്ടി എ ക്രൈം? ദാരിദ്ര്യം ഒരു ദുർഗുണമാണോ? അപ്പോൾ അയാൾ തന്നെ അതിന് മറുപടിയും കൊടുക്കുന്നു, ദാരിദ്ര്യം ഒരു ദുർഗുണമല്ല, മറിച്ച് മദ്യപാനം ഒരു സദ്ഗുണവും അല്ല എന്ന്. ദാരിദ്ര്യത്തെ കുറിച്ച് അദ്ദേഹം എഴുതുമ്പോൾ ഇതൊരു സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ദാരിദ്ര്യമല്ലേ? അതായത് അദ്ദേഹം ചൂതാട്ടം ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കടം മേടിച്ച് ചൂതാട്ടം നടത്തുന്നുണ്ട്, അദ്ദേഹം മദ്യപിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദര ഭാര്യനെ സഹായിക്കുകയും അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ സ്വന്തം മകനല്ലാത്ത മകനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. മറ്റേതൊക്കെ മാറ്റി നിർത്തു, ചൂതാട്ടത്തെക്കുറിച്ച് ഇപ്പം
എനിക്ക് ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചൂതാട്ടം നടത്തി എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം കളയുമ്പോൾ അതൊരു സെൽഫ് ഇൻഫ്ലിക്റ്റഡ് പെയിൻ ആണ്. ദസ്തേവ്സ്കിയുടെ കൃതികൾ വായിക്കുന്നവരെല്ലാവരും ചിന്തിക്കുക, റഷ്യക്കാരെല്ലാവരും കൊലപാതകികളും അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളവരും പാപികളും കുറ്റവാളികളും സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടി കിടക്കുന്നവരും ഒക്കെ ഉള്ളവരാണെന്ന് ചിന്തിക്കില്ലേ എന്ന് അന്ന ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പെരുമ്പടവം പറഞ്ഞ ഉത്തരം, അതായത് ബാക്കിയുള്ള കലാകാരന്മാർ അവരെല്ലാവരും വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവരാണ്. പക്ഷേ ഞാൻ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വരുന്നവനാണ്. ദാരിദ്ര്യം എന്താണെന്ന് എനിക്കറിയാം. ഈ പോയ കഷ്ടപ്പാടുകൾ, വേദന, രോഗം എല്ലാം എനിക്ക് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ആത്മാവിനെ തൊടുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ എഴുതാൻ പറ്റുമെന്ന് ദസ്തേവ്സ്കി അന്നയോട് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ദസ്തേവ്സ്കി പോയ അതേ ഒരു മാനസികാവസ്ഥയിലൂടെ ഒരുപക്ഷെ പെരുമ്പടവും ശ്രീധരനും കടന്നു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി എവിടെയൊക്കെയോ അതിനെപ്പറ്റി പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യഹൃദയത്തിന്റെ വ്യഥകൾ, സംഘർഷങ്ങൾ, മുറിവുകൾ, നിശ്ചലമായ വിലാപങ്ങൾ, മനുഷ്യഹൃദയത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റുകൾ, അതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്ന പെരുമ്പടവം അതിനകത്തൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ അതെ, എന്നാൽ മാത്രമല്ലേ ആ ഒരു രീതിയിൽ ചിന്തിച്ച് എഴുതാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവത്തുള്ളൂ. ദസ്തേവ്സ്കി ഇതിനകത്ത് പറയുന്ന ഹി വാസ് സംടൈംസ് സോ ഡിപ്രസ്ഡ്. അദ്ദേഹം അതിനകത്ത് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന കുറേ മൊമെന്റ്സ് ഉണ്ട്. എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ രോഗം, അപസ്മാരം. അദ്ദേഹത്തിന്റെ രോഗം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലത്തെ വലിയ ട്രീറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാതെ, അപ്പോൾ ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥകളൊക്കെ കാണുന്നവർക്ക്, കണ്ടു നിൽക്കുന്നവരുടെ ഉള്ളിൽ ഭയങ്കര വേദനയായിരുന്നു. ഈ അപസ്മാരം എന്ന് പറയുന്നത് അതിന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ ഒരാൾക്കത് സംഭവിക്കുന്ന കണ്ടിട്ടുള്ളൂ. അത് ഭീകരാവസ്ഥയാണ്. നമ്മളൊരു മരണം കാണുന്ന പോലെ തന്നെയാണ്. അപ്പൊ അത് അനുഭവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ദസ്തേവ്സ്കി പറഞ്ഞ മറുപടി എന്നെ ഭയങ്കര ചിന്തിപ്പിച്ചു കേട്ടോ. ഒരു രോഗത്തെക്കുറിച്ച് ഒരാൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രോഗത്തെ ഒരാൾ എങ്ങനെയാണ് കാണുന്നത്. ഞാൻ അതൊന്ന് വായിക്കാം. അതെ, ദസ്തേവ്സ്കി പറഞ്ഞു, ആ നിമിഷങ്ങൾ മറ്റ് നിമിഷങ്ങളെ പോലെയല്ല. എനിക്കും പ്രപഞ്ചത്തിനും ആ നിമിഷങ്ങളിൽ അലൗകികമായ ഒരു ലയം ഉണ്ടാവുന്നു. തീർച്ചയായും അതിനകത്ത് ഒരു മരണത്തിന്റെ അല്ലെങ്കിൽ മരണതുല്യമായ അനുഭവമുണ്ട്. പക്ഷേ ഈ മരണത്തിന്റെ അങ്ങേയറ്റത്തിന് മുമ്പ് ഈശ്വര സാക്ഷാത്കാരത്തിന്റെ നിമിഷങ്ങളുമുണ്ട്. അതങ്ങനെ പറഞ്ഞാൽ മതിയോ എന്തോ. എന്തായാലും ഇത്രയും കൂടെ കേക്ക്. ഞാൻ എൻ്റെ സ്നേഹിതന്മാരോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഈ അലൗകികമായ നിമിഷങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ആയുസ്സിലെ 10 വർഷങ്ങൾ പകരം കൊടുക്കും, അല്ലെങ്കിൽ ആയുസ് മുഴുവൻ. ഏതെങ്കിലും ഒരു മനുഷ്യന്മാര് രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ രോഗം അനുഭവിക്കുന്ന ആ സമയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പുള്ളിക്ക് ശരിക്കും വട്ടാണോ? സാഹിത്യകാരന്മാരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർ പോകുന്ന ഒരു മാനസിക ഗുഹയെന്ന് പറയുന്നത് അതിന്റെ മനസ്സിന്റെ അകവിധാനങ്ങളിൽ കൂടെ അവരുടെ ഒരു സഞ്ചാരം എന്ന് പറഞ്ഞാൽ അവർ സ്വപ്നജീവികളാണ് പലപ്പോഴും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാധവിക്കുട്ടിയെ പറ്റി പലരും പറയാറുള്ളത്, മാധവിക്കുട്ടി സ്വപ്നത്തിലാണോ ജീവിച്ചത്, റിയലിസ്റ്റിക് ആണോ ജീവിച്ചതെന്ന് തന്നെ അവർക്കറിയില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ചില സമയത്ത് കലാകാരന്മാർക്ക് ഒരു എക്സെൻട്രിക് ആയിട്ട് മാറും, അവർ സ്വപ്നജീവികളായിട്ട് മാറും. അതൊക്കെ നമുക്ക് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു തലമാണ് അവരുടെ മാനസിക വ്യാപാരം എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അന്ന വന്നു കയറിയപ്പോൾ, അന്ന വന്ന സമയം മുതൽ അദ്ദേഹം മാറിയ മാറ്റം, തനിക്ക് ചൂതാട്ടകളി നിർത്താൻ തീരുമാനിക്കുന്ന അതെ സ്നേഹം അദ്ദേഹത്തിൽ വരുത്തിയ മാറ്റം, വിശുദ്ധമായ പ്രണയം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് വെച്ചിട്ട് മോട്ടിവേഷണൽ ബുക്സിൽ ഏറ്റവും നല്ലൊരു മോട്ടിവേഷണൽ ബുക്ക് കൂടെയാണ് ഒരു സങ്കീർത്തനം പോലെ. ഈ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം ഞാൻ ഈ വായിച്ച കാലഘട്ടത്തിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു പുസ്തകമാണിത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇരിപ്പിലാണ് ആ പുസ്തകം വായിച്ചത്. അത്ര മനോഹരമായിട്ട് രചിച്ച ഒരു പുസ്തകം, ഒരു കാവ്യം വായിക്കുന്ന, ഒരു നല്ലൊരു പോയം വായിക്കുന്ന ഒരു അല്ല, അതൊരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ തരും. എല്ലാവരുടെ ജീവിതത്തിലും ഈ തകർന്ന അവസരങ്ങളും തകർന്ന അവസ്ഥ മാത്രമല്ല, ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. നമ്മളിപ്പോ പറയും ഫീൽ ഗുഡ് മൂവീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഫീൽ ഗുഡ് ബുക്ക് വായിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം നമ്മുടെ ഉള്ളിൽ. അതെ, അവരൊന്നിച്ച് ചേരുവാണ്. ഞാൻ ചിരിക്കുമായിരുന്നു വായിച്ചു കഴിഞ്ഞപ്പോൾ. അത് വായിച്ചു പോകുന്ന സമയത്ത് വളരെയധികം മനോവ്യഥകളിൽ കൂടെ നമ്മളെ കൊണ്ടുപോവുകയും നമ്മളെ മനസ്സിനെ മതിക്കുന്ന രീതിയിലുള്ള പല സിറ്റുവേഷൻസിൽ കൂടെ ഇദ്ദേഹം ഈ സംഘർഷങ്ങൾ എഴുതുമ്പോൾ, അതായത് മാനസിക സംഘർഷങ്ങൾ എഴുതുമ്പോൾ, വ്യഥകൾ എഴുതുമ്പോൾ, ദുരിതങ്ങൾ എഴുതുമ്പോൾ,
ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ അക്കാലത്ത് പുള്ളിക്കാരനോട് ചോദിച്ചൊരു ചോദ്യം, ഇതൊക്കെ എഴുതുമ്പോൾ താങ്കളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? ഒരു എഴുത്തുകാരൻ, കാരണം വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ആണ് പുള്ളിക്കാരൻ എഴുതുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, തോരാതെ പെയ്യുന്ന ഒരു മഴയത്ത്, രാത്രി മഴയത്ത് എൻ്റെ മനസ്സിൽ പച്ചക്കാടുകൾ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്, ഏത് കഷ്ടപ്പാടിൽ നമ്മളെ ജീവിതത്തിന്റെ ഏറ്റവും തകർച്ചയിലേക്ക് വന്നിരിക്കുന്ന സമയമാണെങ്കിലും, നമ്മളെ ജീവിതത്തിൽ ഏറ്റവും അടിഞ്ഞു കിടക്കുന്ന ഒരു അവസരമാണെങ്കിലും, ദൈവം നമ്മുടെ ജീവിതത്തിൽ ആരെയെങ്കിലും കൊണ്ടുവരും അതിൽ നിന്ന് നമ്മൾ ഉയർത്തി കൊണ്ടുവരാനായിട്ട്. ആ ഒരു സ്നേഹത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ പ്രണയത്തിന്റെ ഒരു മൊമെന്റ്സിൽ കൂടെ അന്നയും ദസ്തേവ്സ്കിയും കടന്നു പോകുമ്പോൾ നമുക്കും മനസ്സിലാവുന്നത്, യെസ്, there is true love in this world. ദസ്തേവ്സ്കി ചൂതുകളിക്കാരനായിരുന്നു, മദ്യപാനിയായിരുന്നു, അസാൻ മാർഗ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ വരുന്നത്, ഈ പെരുമ്പടവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പീഡാനുഭവത്തിലൂടെ പോയി വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യാത്മാവ് ആണ് ദസ്തേവ്സ്കി എന്നാണ് പുള്ളിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ നീതിമാനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ദസ്തേവ്സ്കി. അദ്ദേഹത്തിന്റെ ബലഹീനതകളെ മാറ്റി നിർത്തിയാൽ, അതിനെ ഞാൻ ബലഹീനതകളെ വിശദീകരിക്കുകയല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും വിശുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ക്രൈം ആൻഡ് പണിഷ്മെന്റിനകത്തെ സോനിയ എന്ന് പറയുന്ന കഥാപാത്രം, ജീവിക്കുവാൻ വേണ്ടി ജീവിതത്തിന്റെ മൂല്യങ്ങൾ വിൽക്കുന്ന ഒരു പെൺകുട്ടി, അവള് ഒരു ക്രൈം ചെയ്ത ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ മാത്രം അവൾ ഉപദേശിക്കുന്ന സുവിശേഷങ്ങൾ. എനിക്ക് തോന്നുന്നു ന്യൂ ടെസ്റ്റ്മെന്റിന് കടമെടുത്തിട്ടാണ് ആ ഭാവമൊക്കെ സോനിയയിൽ കൂടെ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. വളരെ നമ്മൾ ബൈബിൾ സങ്കീർത്തനം വായിക്കുന്നത് പോലെ തന്നെ എത്ര മനോഹരവും ചടുലവുമായ ഒരു അക്ഷരഖനിയായിട്ടാണ് പെരുമ്പടവം ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഇത് സാഹിത്യ ലോകത്ത് ഏറ്റവും ഉദാത്തവൽക്കരിക്കപ്പെട്ട എക്കാലത്തും ആൾക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കൃതിയായിട്ടാണ് എനിക്കിതിനെ മനസ്സിലായത്. ഉറപ്പായിട്ടും ഇനി വരുന്ന തലമുറകൾ ഇത് വായിക്കും, അവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുകയും അവർക്കും അതൊരു പ്രചോദനമാകുന്ന ഒരു കൃതി തന്നെയായിരിക്കും ഒരു സങ്കീർത്തനം. അടിപൊളി ബുക്കായിട്ട് തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്താം അല്ലേ? അതെ അതെ അതെ, അത് എല്ലാ കാലത്തെയും ലോക ക്ലാസിക്കലുകളോട് ഒന്നിച്ച് ചേർത്ത് വയ്ക്കാൻ പറ്റിയ മലയാളത്തിന്റെ ഏറ്റവും വലിയൊരു സാഹിത്യ സംഭാവനയാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകം. പെരുമ്പടവം ശ്രീധരൻ അറിയപ്പെടുന്നത് ഈ പുസ്തകത്തിന്റെ പേരിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഉദാത്തമായ ഒത്തിരി കൃതികൾ ഉണ്ടെങ്കിലും ഈ പുസ്തകം ഒരു പ്രത്യേകം അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മളിങ്ങനെ ഒരു പരിപാടി വന്നതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു. ഇങ്ങനൊരു അവസരം തന്നതിന് വളരെ നന്ദി. നല്ല ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം മുന്നോട്ട് പോകട്ടെ. എൻ്റെ എല്ലാവിധമായ ആശംസകളും. താങ്ക് യു.